വാട്ട് മേക്സ് എ ഗേൾ മിസ് യു? ഒരു പെണ്ണിന് നിങ്ങളെ മിസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? മിസ്സിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു സൈക്കോളജി ആദ്യം തന്നെ പറയാം. ഒരാൾ ഒരിക്കലും ഒരു വ്യക്തിയെ മിസ് ചെയ്യത്തില്ല, മറിച്ച് ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഇമോഷൻസിനെയാണ് അവർ മിസ് ചെയ്യുന്നത്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർ ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയുടെ കൂടെ നിന്നപ്പോൾ അവർക്ക് കിട്ടുന്ന സേഫായിട്ടുള്ള ഒരു ഫീലുണ്ട്. ആ ഫീലിനെയാണ് അവർ ശരിക്കും മിസ് ചെയ്യുന്നത്. ആ ഒരു സേഫ്റ്റി ഫീല് ഇനി അവർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ റാൻഡമായിട്ടുള്ള വ്യക്തി അവരുടെ ജീവിതത്തിലേക്ക് ഒരിക്കൽ കൂടി വരണം. ഈ ഒരു വിശ്വാസമാണ് അവർക്ക് ആ വ്യക്തിയെ മിസ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട നമ്മൾ കൊടുക്കുന്ന ഒരു ഇമോഷണൽ ഇമ്പാക്റ്റാണ് ഒരു വ്യക്തിക്ക് നമ്മളെപ്പറ്റിയുള്ള മിസ്സിങ് അവരുടെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി ഒരു പെണ്ണിന് നിങ്ങളെ മിസ് ചെയ്യാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയാണ് ഇനിയും പറയാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ ആദ്യമായി കാണുന്നവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിൽ ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിലും അറിയിക്കുക. കഴിയുമെങ്കിൽ ഈ വീഡിയോ വേണ്ടപ്പെട്ടവർക്ക് ഒന്ന് ഷെയർ കൂടെ ചെയ്യുക. ആദ്യത്തെ കാര്യമെന്ന് പറയുന്നത്, നിങ്ങൾക്ക് പരിചയമുള്ള ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി ഇപ്പോൾ നിങ്ങളുടെ ക്രഷ് ആയിക്കോട്ടെ, ഗേൾ ഫ്രണ്ട് ആയിക്കോട്ടെ, ആരുമായിക്കൊള്ളട്ടെ, അവരുമായിട്ടുള്ള ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ ഒരിക്കലും ഒരേപോലത്തെ ഇൻട്രാക്ഷൻ കൊണ്ടുവരാതിരിക്കുക. അതായത് നിങ്ങൾ പരിചയപ്പെട്ട കാലം തൊട്ട് ഇതുവരെ ഒരേ പാറ്റേണിലാണ് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ പോകുന്നതെങ്കിൽ അതിൽ കുറച്ചൊക്കെ മാറ്റം വരുത്തുക. നിങ്ങൾ തമ്മിൽ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ കുറച്ചൊക്കെ ഫണ്ണാകാം, കുറച്ചൊക്കെ കാമാക്കാം, ശാന്തമായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുക, കുറച്ചൊക്കെ ഡീപ്പാകുക, കുറച്ചൊക്കെ പ്ലേഫുൾ ആകുക. ഇത്തരത്തിൽ ഇമോഷണലി വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്കിടയിൽ ക്രിയേറ്റ് ചെയ്യുക. ഇനി രണ്ടാമത്തെ കാര്യം, നിങ്ങൾ അവരെ മനസ്സിലാക്കുന്നു എന്നൊരു തോന്നൽ, ഒരു ഫീല് അവർക്ക് കൊടുക്കുക. ഇങ്ങനൊരു ഫീൽ അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്കിടയിൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നിങ്ങൾക്കിടയിലുള്ള ആക്ടിവിറ്റീസിലാണെങ്കിലും കോൺവെർസേഷനിലാണെങ്കിലും ചെറിയ ചെറിയ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെക്കുക. അതുപോലെ അവരുടെ ഇമോഷൻസിന് കാര്യമായ രീതിയിൽ വില കൊടുക്കുക, വാലിഡേഷൻ കൊടുക്കുക. അതുപോലെ അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ ശ്രമിക്കുക. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചിലപ്പോൾ അവർ പറയുന്ന കാര്യം അത് ചിലപ്പോൾ തെറ്റായിരിക്കാം, വാസ്തവവിരുദ്ധമായിരിക്കാം, അല്ലെങ്കിൽ തോന്നലായിരിക്കാം. എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, നിങ്ങൾ അതൊന്നും ഫിക്സ് ചെയ്യാനോ തിരുത്താനോ പോകരുത്. മറിച്ച് അവരാ പറയുന്ന കാര്യം നിങ്ങൾ കേൾക്കുക മാത്രം ചെയ്യുക. ഈ വക കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് അവരെ മനസ്സിലാകുന്നുണ്ട് എന്നൊരു തോന്നൽ അവർക്ക് ഉണ്ടാകുക മാത്രമല്ല, മറിച്ച് അവരുടെ ഉള്ളിൽ നിങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ഇമോഷണൽ സേഫ്റ്റിയും ഫീൽ ചെയ്യും. ഇനി മൂന്നാമത്തെ കാര്യം, നിങ്ങൾക്കിടയിലെ ചില കാര്യങ്ങൾ മുഴുവിപ്പിക്കാതെ അഥവാ പൂർത്തിയാക്കാതെ വിടുക. ചില കാര്യങ്ങൾ പൂർത്തിയാക്കാതെ വിടുന്നത് അതിപ്പോൾ ഏതെങ്കിലും ഒരു വിഷയത്തെ പറ്റിയായിരിക്കും, അതൊരു ആക്ടിവിറ്റിയെ പറ്റിയായിരിക്കും. അങ്ങനെ പൂർത്തിയാക്കാതെ വിടുന്നത് അവരുടെ ഉള്ളിൽ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാകും. ഇത് അവരെ നിങ്ങളിലേക്ക് കൂടുതൽ അടുപ്പിക്കുകയും ചെയ്യും. നിങ്ങൾക്കൊന്നെങ്കിൽ ആ ഒരു വിഷയത്തെപ്പറ്റി പിന്നെ എപ്പോഴെങ്കിലും പറയാം, അതുമല്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ടൈം മീറ്റ് ചെയ്യുമ്പോൾ ഞാൻ അതിനെപ്പറ്റി കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാം, നീ എന്നെ ഓർമ്മിപ്പിച്ചാൽ മതി, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ആ കാര്യം നിങ്ങൾക്ക് പൂർത്തിയാക്കാതെ വിടാവുന്നതാണ്. അടുത്തതായിട്ട്, നിങ്ങൾ തീർച്ചയായിട്ടും കേട്ടിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇനിയും പറയാൻ പോകുന്നത്. ഒരിക്കലും അവരുടെ വാലിഡേഷന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കരുത്. നിങ്ങൾക്ക് ഇമോഷണലി സ്റ്റഡി ആയിട്ടുള്ള ഒരു ക്യാരക്ടർ സ്വന്തമായി ഉണ്ടായിരിക്കണം. ഒരിക്കലും അവരെ ചേസ് ചെയ്യുകയോ പിന്നാലെ പോയി ബെഗ് ചെയ്യുകയോ ഒരു കാര്യത്തിന് ഒന്നിലധികം തവണ എക്സ്പ്ലനേഷൻ കൊടുക്കുകയോ ചെയ്യരുത്. നിങ്ങൾ ഒരു സെൽഫ് റെസ്പെക്റ്റ് തീർച്ചയായിട്ടും ക്രിയേറ്റ് ചെയ്യണം. അവരില്ലാതെയും നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കും എന്നൊരു തോന്നൽ അവർക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയും വേണം. അതുപോലെ നിങ്ങൾക്കിടയിലെ കമ്മ്യൂണിക്കേഷൻ അത് ആരാദ്യം തുടങ്ങിയാലും അവസാനിപ്പിക്കാൻ മുൻകൈ എടുക്കേണ്ടത് ആദ്യം നിങ്ങളായിരിക്കണം. എല്ലായ്പ്പോഴും പെട്ടെന്ന് അവർക്ക് റിപ്ലൈ കൊടുക്കരുത്. സ്വന്തം കാര്യം കൂടി നോക്കാൻ പഠിക്കുക. നിങ്ങൾക്കിടയിലെ കോൺവെർസേഷൻ ആദ്യം നിങ്ങൾ എൻഡ് ചെയ്യുന്നതിലൂടെ നിങ്ങൾ അവരുടെ ഉള്ളിൽ ഒരു മെമ്മറബിൾ പേഴ്സൺ ആവും. അപ്പോൾ വീഡിയോയുടെ ജസ്റ്റ് വൈൻഡപ്പ് ചെയ്യുകയാണ്. മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. സൈനിങ് ഔട്ട്.